അങ്ങനെ ലോഡൊക്കെ കയറ്റി ഇനിയിപ്പോൾ വെയിറ്റ് നോക്കണം. അപ്പോൾ അതിന് വേണ്ടി വണ്ടി വരുവാണ്. അനീഷാണ് വണ്ടി ഓടിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇനി ഇറങ്ങിയതാണ്. അങ്ങോട്ടെ പൊറോട്ട എടുത്തിട്ട് വേണേ ഫ്രണ്ട് ഒറ്റ തിരിവിന് കയറില്ല. उधर से തിരിച്ച് അതിലേ കയറി വരണം. ഇതിലെ മുന്നോട്ട് ഫ്രണ്ടായിട്ട് വരണം. ഇവിടുന്ന് ലോഡെല്ലാം കയറി ഞങ്ങൾ രണ്ടുപേരും വണ്ടി കയറി. ബില്ലെല്ലാം കിട്ടി. ബില്ലെന്ത് ചെയ്യടാ? അവിടെ ഇരിപ്പുണ്ട്. ബില്ലെല്ലാം കിട്ടി. ഇതുണ്ട്, ബില്ലെല്ലാം കിട്ടി. ഇതാട്ടോ കമ്പനി വൈഷ്ണവ് ലക്ഷ്മി എന്തോ നിങ്ങൾ വായിച്ചിട്ടത് എന്താണെന്ന് വൈഭവ ലക്ഷ്മി. നമ്മുടെ ഇംഗ്ലീഷൊക്കെ വായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ പോയി. വൈഭവ ലക്ഷ്മി. അപ്പം അവിടുന്ന് ലോഡ് കയറി. 480 ബോക്സാണ്. 480 ബോക്സ്. 480 ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പറയാല്ല. 21 ടണ്ണേ ഉള്ളൂ. ഇല്ലടാ 24 ടൺ ഇല്ലടാ, 21 ടണ്ണേ ഉള്ളൂ. 3 ടണ്ണിന്റെ കുറവുണ്ട് വണ്ടിക്ക്. മൊത്തം ഇനി 24 ടണ്ണേ ഈ വണ്ടിയിൽ ലോഡ് കയറുള്ളൂ. 14 ടണ്ണ് വണ്ടിയുടെ MD വെയിറ്റ് അല്ലേ. മൊത്തം 42 ടണ്ണേ കയറുള്ളൂ. 24 ടണ്ണേ വണ്ടിയിൽ ആകെ ലോഡ് കയറുള്ളൂ. അതിൽ 3 ടണ്ണ് കുറവാണ്. മൊത്തം 21 ടണ്ണേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12 വീലേ കയറുന്നത് ലോഡേ ആയിട്ടുള്ളൂ. 12 വീലേ കയറുന്ന അതായത് പ്ലാറ്റ്ഫോം വണ്ടി 12 വീലേ കയറുന്ന ലോഡേ ഉള്ളൂ ഇതിന്. പക്ഷേ വണ്ടിക്ക് മൊത്തം ഏകദേശം 39 ടണ്ണുണ്ട്. 3 ടണ്ണിൻ്റെ കുറവുള്ളൂ. വെച്ചാൽ വണ്ടിയുടെ ബോഡി വെയിറ്റ് ഉണ്ടല്ലോ, ബോഡി വെയിറ്റ് എല്ലാം കൂടെ അതെല്ലാം കൂടെ വെച്ച്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇനിയിപ്പോൾ നേരെ പോവാണ്. ഇവിടുന്ന് നേരെ പോയി സൂറത്ത് പൾസലിനെ പാർക്കിങ്ങിലേക്കാണ് നേരെ പോകുന്നത്. അവിടുന്ന് തലമുടി എല്ലാം പോയി. അതുകൊണ്ട് മഴയാണ് കേട്ടോ, അതുകൊണ്ട് തലമുടി നീരിയിട്ടൊന്നും ലെവലായിട്ടിരിക്കുന്നില്ല. അപ്പം നേരെ ഞങ്ങളിപ്പോൾ അവിടുന്ന് പോവാണ്. ഇവിടുന്ന് പോയി നേരെ സൂറത്ത് പൾസലിനെ അവിടെ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ടാണ് ഇനി എങ്ങോട്ടും ഉള്ളൂ. ചിലപ്പോൾ അവിടെ കിടന്നുറങ്ങും, ചിലപ്പോൾ അവിടുന്ന് ഒന്ന് അപ്പം തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷായിട്ട് നേരെ വിടും അല്ലേ? അങ്ങനെയല്ലേ? നേരെ വിട്ടേക്കാം, നിർത്തുന്നില്ല. ഇത് എമർജൻസി ആണോ വല്ലതും ചോദിച്ചോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അർജന്റാന്നൊക്കെ വേണേ പറഞ്ഞു ചോദിക്കണോ? ഓ വേണ്ട, നമുക്ക് മാന്യമായിട്ട് അങ്ങ് പോയാൽ മതി. നമ്മളോട് പറയാത്ത സ്ഥിതിക്ക് നമുക്കത് ആ ലെവലിൽ അങ്ങ് പോയാൽ മതി. എമർജൻസി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെച്ച് വിലക്കി പോകേണ്ടി വരും. മൈലേജ് കിട്ടിയാല പിന്നെ അതൊരു വിഷയമാണ്. അപ്പം ശരി, അപ്പം ഞങ്ങൾ ഇത് വണ്ടി എടുക്കുവാണ്. ബാക്കി വീഡിയോ വഴിയിലൂടെ കാണിക്കാം. മെയിൻ റോഡിലേക്ക് ഇറങ്ങിയിട്ട് കാണാം. ഇവിടെ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചെളിയാണ്, വെള്ളമൊക്കെയാണ്. അതുകൊണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് കാണിക്കാം കേട്ടോ. കാഴ്ചകൾ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. രാത്രിയായി അതുകൊണ്ട്. തിരുപ്പൂരേക്ക് തന്നെ. ഇല്ല, എന്തായാലും നോക്കട്ടെ. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇനി എങ്ങനെ പോകും നോക്കട്ടെ. ശരി, എന്തായാലും നോക്ക. ഇല്ല, അവര് വന്നിട്ടില്ല. അവര് ഓണം കഴിഞ്ഞിട്ടല്ലേ വരും. ശരിയെന്നാ. ആരാ?
അല്ല ഒന്നും അറിയത്തില്ലടാ, എനിക്ക് അവിടെ ചെന്നെങ്കിലേ അറിയാത്തുള്ളൂ. ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ എന്തായാലും തന്നെ വിളിക്കാം. വെള്ളം കയറി കിടക്കുന്നേ, റോഡ് ഫുള്ള് വെള്ളമാണ്. ഇതിൻ്റെ ഇടയിൽ ചെറുക്കൻ വിളിക്കുകയും ചെയ്തു. ഫുള്ള് വെള്ളമാണ്, ഒന്നും കാണത്തില്ല, ഫുള്ള് വെള്ളത്തിലാണ് റോഡ്. സൗണ്ട്, മഴ പെയ്ത് റോഡ് മൊത്തം വെള്ളം. വെള്ളത്തിൻ്റെ റോഡിലെല്ലാം വെള്ളമാണ്. ഗുജറാത്ത് റോഡിൽ അനങ്ങുകയല്ല, ഓണടിച്ചാലാണ്. കണ്ട വൃത്തിഹീനമായ സാഹചര്യമാണ്. ലോഡ് ഇറക്കിയാടാണ് 3 ദിവസം ഇവിടെ കിടന്ന കമ്പനിയാ. അതെ അതെ അതെ, 3 ദിവസം ഇതിനകത്ത് പിടിച്ചിട്ടിരുന്നവര്. പശു, മനുഷ്യൻ, വണ്ടി, ഇത്രയും കാര്യങ്ങൾ നോക്കി മാത്രമേ ഉള്ളൂ വണ്ടി ഓടിക്കാൻ. ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുന്ന അവിടെയൊക്കെ ഇങ്ങനെ രാത്രിയിലൊക്കെ ഇങ്ങനെ പശുക്കൾ ഇറങ്ങി റോഡിൽ നിൽക്കും. ഇവിടെ ആരും അടിച്ചോണ്ടും പോവുകയല്ല, കള്ളന്മാരും ഇല്ല, ഒന്നുമില്ല. കൊണ്ട് ഇത്രയും വൃത്തികെട്ട ഒരു സ്ഥലം വേറെ ഇല്ല. വേസ്റ്റ് കൊണ്ടുള്ള അഭിഷേകം. റോഡ് സൈഡ് ഇതുപോലെ വേസ്റ്റ് ആക്കിയിട്ടേക്കുന്ന ഒരു ജനതേനെ ഞാൻ ആദ്യമായിട്ട്. ഞാൻ നോക്കിട്ടെ, നമ്മളിപ്പം കമ്പനി പോയില്ലേ, അവിടെ ആ ഭാഗമൊക്കെ എന്ത് നീറ്റായിട്ട് കിടക്കുന്നത്. ആ കമ്പനിക്കകത്ത് അവര് വൃത്തിയാക്കുന്നുണ്ട്. ഒരു ചവറ് വീണ് അപ്പോഴേ വന്ന് കൂട്ടി വൃത്തിയാക്കി കൊണ്ട് പോവുക. അതിനകത്തൊരു വേസ്റ്റും ഇല്ല, ഒന്നുമില്ല. ഇത്രയും പേരുണ്ടായിട്ട് അതിനും ആളുണ്ടാ, പക്ഷെ പണി ചെയ്യുന്നില്ല. ഇത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പോലെ അവിടെ ശ്രദ്ധിക്കാൻ ആളുമില്ല. മഞ്ഞുണ്ട് കേട്ടോ, രസമില്ല. നല്ല ഓടെ ഇറങ്ങിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ല. വിസിബിലിറ്റി കുറവാ, ലൈറ്റും കൂടെ അടിക്കുമ്പോഴത്തേനെ കാണാൻ പറ്റുന്നില്ല തീരെ. അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോ എന്താണോ ഇടയ്ക്ക് കൂടെയാണ്. അരവിന്ദിന്റെ വേറൊരു കമ്പനി. ഇവർക്ക് ടെക്സ്റ്റൈൽസ് ഉണ്ട്, പിന്നെ വേറെന്താ ഇത് മറ്റേ ഇതെന്നാന്നറിയാടാ, ഈ ഇവിടെ ആണ് മറ്റേ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മെയിൻ ഹെഡ് ഓഫീസോ കാര്യങ്ങളെല്ലാം. മറ്റേതെല്ലാം എന്താ പറയുക, ഒരു ഫാക്ടറി പ്രൊഡക്ഷൻ ഏരിയസ്. പക്ഷെ ഈ ഒരു കമ്പനി കൊണ്ടാട്ടോ ഇത്രയും ടൗൺ ഇത്രയും വലുതായിട്ട് നിൽക്കുന്നത് അല്ലേ. അവിടുത്തെ കമ്പനിയിലെ തൊഴിലാളികളുടെ കച്ചവടം മാത്രം കൊണ്ടാണ് ആ ഏരിയ മുഴുവൻ ഇത്രയും ഇതായിട്ട് നിൽക്കുന്നത്. ശരിക്കും പറയാം ഇതുപോലൊരു കമ്പനി നമ്മളെ അവിടെ ഉണ്ടല്ലോ, മറ്റേ കിറ്റെക്സ് പോലെ തന്നെ, സെയിം കിറ്റെക്സ് പോലെ തന്നെയുള്ള കമ്പനി. കിറ്റെക്സ് കമ്പനിക്ക് അതേ കമ്പനി, അതുപോലത്തെ കമ്പനി തന്നെയാണ്. കിറ്റെക്സ് പോലെ ഒരു 3-4 കമ്പനി നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ എത്രയോ പേർക്ക് ജോലി കിട്ടും. പാട്ടി എല്ലാ സാധനവും ഉണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് വെളുപ്പിന് 5 മണിയായപ്പോഴത്തേന് പൾസറിനെ പാർക്കിങ്ങിലെത്തി. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന വണ്ടി കിടക്കുന്നു.
രാവിലെ കുളിച്ചു വൃത്തിയായി ഡ്രസ്സൊക്കെ മാറി നല്ല അടിപൊളിയായി നമ്മൾ ഇത് പോകാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഇനിയിപ്പോൾ നേരെ വിടുക കേട്ടോ. ഇനി എങ്ങും നിർത്തുന്നില്ല. ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പഞ്ചർ ഒട്ടിച്ച ടയർ വീണ്ടും പഞ്ചറായിട്ടുണ്ട്. പഞ്ചറല്ല, സൂചി പഞ്ചറാണ്. അത് കാറ്റ് ടയർ. അപ്പം ഉണ്ടോ അവിടെ ചെറിയ ഇതുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ അതാകുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. ഞങ്ങൾ പതുക്കെ പോവുക. ഡ്രസ്സെല്ലാം ഒന്ന് മാറി വേഗം കയറി പോവുക. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒട്ടും ശരിയാകില്ല തോന്നും. അപ്പോൾ ശരി, പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഇനി കണ്ടുകൊണ്ട് നമുക്ക് അങ്ങ് യാത്ര ചെയ്യാം. അപ്പോൾ ഞങ്ങളങ്ങനെ പാർക്കിങ്ങിൽ നിന്ന് വണ്ടിയെടുത്ത് മുന്നോട്ട് ദുലൈ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പോൾ മൂടിയ കാലാവസ്ഥ കേട്ടോ, ഭയങ്കര മൂടലാണ്. വഴിയെല്ലാം പിന്നെ വഴിയിൽ തിരക്കൊന്നുമില്ല, വണ്ടിയൊന്നുമില്ല, നേരെ അങ്ങ് പോകാം. പക്ഷേ ഒരു മഴ മൂടലാണ്, ഭയങ്കരമായിട്ട് മൂടി കിടക്കുവാണ്. അതുമാത്രമല്ല, നമുക്ക് പണി കിട്ടിയ പഞ്ചറായെന്ന് പറഞ്ഞില്ല. നമ്മൾ തിരുപ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം പഞ്ചറായ ടയർ വീണ്ടും പാച്ചൊട്ടിച്ചായിരുന്നു. അത് വീണ്ടും പഞ്ചറായി. അപ്പോൾ അത് ഏത് നിമിഷം വേണേലും അതൊരു പണി തരാം. അപ്പോൾ അത് പാതി പഞ്ചറും കൊണ്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു പഞ്ചർ ഷോപ്പ് കാണുന്നിടം വരെ നമ്മളിപ്പോൾ അതും കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ വേറെ മാർഗമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് സ്റ്റെപ്പിന് ബാക്കിലെ ടയർ ഒരെണ്ണം എടുത്ത് തിരിച്ച് മറിച്ചിടണം. എന്നാലേ സ്റ്റെപ്പിന് ഇരിപ്പുണ്ട്. ഒരു പഴയ ടയറാണ്, അത് അത്ര വിശ്വസിക്കാൻ കൊള്ളിയല്ല ഫ്രണ്ടിലിടാൻ. അപ്പോൾ അതുകൊണ്ട് ബാക്കിൽ ഹൗസിങ്ങ് കിടക്കുന്ന നല്ലൊരു ടയർ എടുത്ത് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് സ്റ്റെപ്പിനെ എടുത്ത് ബാക്കിലിടാമെന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ പഞ്ചർ കട തപ്പി പൊയ്ക്കൊണ്ടേയിരിക്കുക. 2-3 കട കണ്ടു. പക്ഷേ എല്ലായിടത്തും തിരക്കും, ചിലയിടത്താണ് വീലഴിക്കുകയില്ല, പണി ചെയ്യാൻ മടി. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മൾ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു 5-10 കിലോമീറ്ററായി. 10 കിലോമീറ്റർ മിച്ചം ആയല്ലോടാ. 10 കിലോമീറ്റർ മിച്ചർ ഓടി പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എന്താ വണ്ടി എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുവാണല്ലോ. ഡീസൽ തീർന്ന കേട്ടോ. ഡീസൽ തീർന്നിട്ട് ഡീസൽ ഊറ്റുന്ന ഭാഗമാണ് ആ കാണുന്നത്. അവരെടുക്കുമായിരിക്കും ഇവിടെ പെട്ടേന്ന്. അപ്പം അനീഷ് ഇവിടെ ഇരിക്കുന്നു, ഓടിച്ചോണ്ടിരിക്കുന്നത്. നല്ല ടിപ്പ് ടോപ്പായിട്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഇപ്പം തന്നെ ശരീരത്തിനൊരു നല്ലൊരു ഉഷാറാണ്. അപ്പോൾ വൈകുന്നേരം വരെ ഓടിക്കാനുള്ള ഒരു എനർജി ഉണ്ട് ഇപ്പം. പക്ഷേ ടയർ മാറിക്കഴിയുമ്പോൾ അതൊക്കെ പോയി കിട്ടും. കുളിച്ചതിൻ്റെ എല്ലാ ക്ഷീണവും മാറും ഇപ്പം. എന്നാലും സാരമില്ല, നമുക്ക് അവിടെ എത്തിപ്പെട്ടാൽ മതിയല്ലോ. അതുകൊണ്ട് ടയർ മാറിയിട്ട് വേണം പോകാൻ. താഴെ കാണുന്ന മാവും തൈ വെച്ച് പിടിപ്പിച്ചേക്കുന്ന കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് മറ്റേ കരിമ്പ് 2 സൈഡുണ്ട്. മഴ മൂടലായതുകൊണ്ട് ഒരുമാതിരി ഇരുണ്ട കാലാവസ്ഥയെന്ന്. രാത്രിയല്ല, രാവിലെ ഒരു 8 മണിയായിട്ടുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണിക്കാം. ശരി, ഇപ്പം ഏതായാലും ഒരു പഞ്ചർ കട അവിടെ എത്തിയിട്ട് കാണിക്കാം. നമ്മളിത് എന്തോ ക്യാമറയ്ക്ക് എന്താണത്. നമ്മളങ്ങനെ ഇത് പാർക്കിങ്ങിലെത്തി. പേരെങ്ങനെയാണ്? ഹോട്ടൽ. ആ, ഇത് നമ്മളെ ബഡോളി എത്തി. ബഡോളിയിൽ അതന്നെ, ബഡോളിയിൽ 10 കിലോമീറ്റർ മുന്നിൽ ആദ്യത്തെ ഒരു പമ്പുണ്ട്. ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട്. അതിനോട് ചേർന്ന് സുഭാഷ് ചേട്ടൻ്റെ, നമ്മുടെ ചേട്ടനാണ് സുഭാഷ് ചേട്ടൻ്റെ ഉണ്ടോ. സുഭാഷ് ചേട്ടനാണ് കോഴിക്കോടുകാരൻ. സുഭാഷ് ചേട്ടൻ്റെ കട, പഞ്ചർ കട, ടയർ കട. MRF എക്സ്ക്ലൂസീവ് ഡീലർ എന്നാണ് എഴുതിയേക്കുന്നത്. സരസ്വതി ടയർ സർവീസ്. അപ്പം അവിടെയാണ് എത്തിയേക്കുന്നത്. നമ്മളൊരു അങ്ങനെ തപ്പിപ്പിടിച്ചാണെങ്കിലും ഒരു മലയാളിയുടെ കടയിൽ തന്നെ എത്തിയത്. കാരണം നമുക്ക് സംസാരിക്കാനും പറയാനും എളുപ്പമുണ്ടല്ലോ. അപ്പം ചെയ്യുവാണ്. ഇതുണ്ട്, 2 പേരുണ്ട് കേട്ടോ. ഒരാൾ തിരുവനന്തപുരംകാരനാണ്. ഇതാണ് കട, MRF സരസ്വതി ടയർ സർവീസ്. ഫോൺ നമ്പർ കണ്ട, ഫോൺ നമ്പർ നോക്കിക്കോ. ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ
ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഇതേ ആരെങ്കിലും ഇതിലേ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ ഇവിടെ ചെയ്യുക, നമ്മുടെ മലയാളികളുടെ കടയിൽ ചെയ്യുക കേട്ടോ. ഇവിടെ നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇതേ നോക്കി അനീഷ അവിടെ നിന്ന് സ്റ്റെപ്പിന് ഊരിക്കൊണ്ടിരിക്കുക. ഞാൻ അവിടെ ജാക്കിപ്പുറത്ത് വണ്ടി നിർത്തിയേക്കുന്നത്. ഇനി ഇതിലേതെങ്കിലും ഒരെണ്ണം അഴിച്ചിട്ട് വേണം അതിനിടാൻ. അത് കഴിഞ്ഞിട്ട് ഈ ടയർ എടുത്ത് ഇവിടെ ഇടണം, ബാക്ക് വീലിന് ഇടണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ വേറൊരു ടയർ പാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയാളിയുടെ കട കേട്ടോ. വന്ന് വെട്ടടം ഏതായാലും നല്ലതായിപ്പോയി. ഏതായാലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞങ്ങളുടെ വർക്കെല്ലാം കഴിഞ്ഞു, ടയറെല്ലാം മാറി, ഫുഡും കഴിച്ചു. ഇവിടുന്ന് തന്നെ അടുത്തൊരു കട ഉണ്ടല്ലോ, അവശതയായിരുന്നു കേട്ടോ. 3 ടയർ മാറിയിട്ടപ്പോഴത്തേനും മടുത്തു പോയായിരുന്നു. ഫുഡൊക്കെ ഇവിടുന്ന് 2 ചപ്പാത്തിയും കഴിച്ചൊരു ഡാൽ തട അല്ലേടാ, അങ്ങനെ എന്തോ പേര്, ദാൽ ഫ്രൈ അല്ല, ദാൽ തക്ക അങ്ങനെ ഒരു സാധനം കഴിച്ചു. പരിപ്പിൻ്റെ എന്തോ സാധനമാണ്. അപ്പോൾ അതും കഴിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ പോവാണ് നമ്മുടെ മലയാളി ചേട്ടൻ്റെ കടയോട്. സുഭാഷ് ചേട്ടൻ കോഴിക്കോടുകാരനാണ്. പുള്ളിയുടെ കടയിൽ നിന്ന് നമ്മൾ പോരുവാണ്, തിരിച്ചു പോരുവാണ്. അന്വേഷിതേ കയറി ഞങ്ങൾ ഇനി കേട്ടോ. ഇനി ഇവിടുന്ന് പതുക്കെ വണ്ടി എടുക്കുന്നു. ഇനിയിപ്പം ദുലേയിൽ നിന്ന് സിർത്തിയിൽ നിന്ന് സോളാപൂരിൽ നിന്ന് ബാംഗ്ലൂര്, ചിത്രദുർഗ, ബാംഗ്ലൂർ, ചിത്രദുർഗയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് തിരുപ്പൂർ കമ്പനിയിലേക്കാണ് ലോഡ്. അപ്പോൾ നേരെ അങ്ങോട്ട് ഇനി പോവാട്ടോ. ഇനിയിപ്പം പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പതുക്കെ പോകാം. അപ്പം ഞങ്ങളിങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇപ്പം പമ്പ അവിടുന്ന് ഒരു 30 കിലോമീറ്റർ മുന്നോട്ട് പോകുന്നു. സ്ഥലപ്പേര് അറിയത്തില്ല എവിടെയാണെന്ന്. പക്ഷേ നല്ല മഴയെല്ലാം മാറി നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കേട്ടോ. ഉണ്ടോ, നല്ല കാലാവസ്ഥ എന്ന് പറയാൻ നല്ല കാലാവസ്ഥയാണ്. റോഡ് വലിയ തിരക്കൊന്നുമില്ല. റോഡ് ഇച്ചിരി മോശമാണ് താനും, ഭയങ്കര കുഴിയാണ്. ഇങ്ങോട്ട് ഇച്ചിരി ഇല്ല, വന്ന വഴിയെല്ലാം നല്ല കുഴിയുണ്ടായിരുന്നു. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അനീഷാണ് ഇവിടെ കിടന്ന് നല്ല ഉറക്കമാണ്, ഉറങ്ങി. ഉറക്കമെന്ന് പറഞ്ഞ് വീഡിയോ പിടിച്ചപ്പോൾ തന്നെ അവൻ എണീറ്റ് നോക്കാം. ആണോ, നെല്ലാണ്, അല്ല നെല്ലല്ല, ഗോതമ്പ് കൃഷിയാണ്. കരിമ്പുണ്ട്. നല്ല അന്തരീക്ഷം കേട്ടോ ഇന്നിപ്പം. മഴയൊന്നുമില്ല ഇങ്ങോട്ട്. അതന്നെ, കേരളത്തിൽ മഴയാണെന്നൊക്കെ കേൾക്കുന്നു. ശരിയാണോന്ന് അറിയത്തില്ല. നമ്മളെ വിളിച്ചപ്പോഴൊക്കെ പറഞ്ഞ മഴയുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ നല്ല രസമുണ്ട് ഇന്ന് അല്ലേ കാണാനും. നമുക്ക് നല്ല തെളിച്ചുണ്ട്. ഇത്ര ദിവസം ഇരുണ്ട് കൂടി നിന്നിടത്തുനിന്ന് പെട്ടെന്ന്, അതെ, പൊടിപടലങ്ങളൊന്നുമില്ല. നല്ലൊരു ചെറിയൊരു തണുപ്പുണ്ട് കാറ്റിനാണേലും. അതെ, നല്ല അത്യാവശ്യം നല്ല തെളിഞ്ഞ് നല്ല രസമുണ്ട് കാണാൻ കാഴ്ച. അതെ അതെ, ഒരാഴ്ച ഫുള്ള് മഴയത്ത് കിടന്ന കേട്ടോ. കഴിഞ്ഞാല് നമ്മുടെ പ്രളയ സമയത്തൊക്കെ നമുക്ക് അനുഭവപ്പെട്ടില്ലേ, കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതുള്ള മഴ. അതേ ഫീലായിരുന്നു കേട്ടോ. ഒരു മാർഗവും ഇല്ലായിരുന്നു. നോക്കി നല്ല പുൽമൈതാനം കണ്ട, മഴ പെയ്തതിൻ്റെയാണ്. നല്ല പുല്ലെല്ലാം നല്ലോണം ആർത്ത് കയറിയിട്ട് നല്ല പച്ചപ്പ്. ആ വെയിലടിക്കുമ്പോഴത്തേന് ഒരു ചെറിയൊരു മഞ്ഞോട് കൂടി നല്ല രസമുണ്ട് കാണാൻ. നേരിട്ട് കാണാൻ, എന്നാലേ അതിൻ്റെ ഭംഗി അറിയത്തുള്ളൂ. കണ്ടോ, നല്ല കാലിപ്പറ്റങ്ങളെ മെയ്യുക. ഓക്കെ ഒക്കെ ഇഷ്ടംപോലെ തീറ്റയായിപ്പോൾ. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഞങ്ങൾ നല്ല പാട്ടൊക്കെ കേട്ട് നല്ല അടിപൊളിയായിട്ട് വരുമോ.
അപ്പോൾ ആ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തെ. പിന്നെ പാട്ട് നിർത്തി നമ്മൾ വീഡിയോ എടുത്തു, അല്ലെങ്കിൽ കോപ്പി റൈറ്റ് അടിക്കുകയല്ലേ. അതുകൊണ്ട് അങ്ങനെ പോകുന്നു. ഇനിയിപ്പോൾ ഏതായാലും ഉച്ചയ്ക്ക് ചോറ് വെക്കണ്ടല്ലോടാ, ഒരു വൈകുന്നേരം ആകുമ്പോൾ നോക്കാം. 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ അന്നേരം കഴിക്കുകയും ചെയ്യാം. പിന്നെ ഒരു രാത്രി ഒരു 10-12 മണിയാകുമ്പോൾ പിന്നെ അടുത്ത് കഴിച്ചാൽ മതി. അതെ, അപ്പോൾ ആ ഉറക്കം അങ്ങ് മാറിയും കിട്ടും. ഇങ്ങനെ അങ്ങ് പോവാം കേട്ടോ. നല്ല ഇപ്പോൾ ക്യാമറയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഇളം വെയിലടിക്കുന്നതിൻ്റെ, വെയിൽ നല്ല ചൂടും ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. വൈകുന്നേരം നല്ല മഴയ്ക്കുള്ള ചാൻസും ഉണ്ട്. മേഘമുണ്ട്, ഇപ്പം നമുക്ക് കേട്ടില്ല. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പം നല്ല തെളിവാണ്, പെട്ടെന്നായിരിക്കും കാലാവസ്ഥ മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും പ്രതീക്ഷിക്കാൻ പറ്റിയല്ല, ഇത് തന്നെ ആയിരിക്കും മുന്നോട്ടെന്നുള്ള. ഇപ്പം നമ്മൾ തടുക്കുക എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങ് പാസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തടുക്കുക, നമ്മൾ പഞ്ചർ കടയുള്ള ബഡോളി എന്ന് പറയും. ഇതെങ്ങനെയുണ്ട്, കൊള്ളാവോ? അതെ, ഉറങ്ങുമ്പോൾ ഇങ്ങനെ വേണം കിടക്കാനെന്നാണ് പറയുന്നത്. ഏതായാലും കുറച്ച് കഴിയുമ്പോൾ ആ കണ്ണാടി ഞാൻ മേടിച്ചു വെക്കണം. റൈബാൻ്റെ കേട്ടോ, റൈബാൻ. അതെ അപ്പം കൊള്ളാം, നല്ലതാണ്. എങ്ങനെ ഉണ്ടെന്ന് നോക്കി, കൊള്ളാവോ? നല്ല സുഖം കേട്ടോ. റൈബാൻ്റെ ആണ്, ക്യാഷുകാരനാണ്. പിന്നെ അപ്പോൾ പിന്നെ ആകാമല്ലോ, നമ്മളൊക്കെ പാവപ്പെട്ട ഗൾഫിൽ നിൽക്കുമ്പോഴുള്ള സമ്പാദ്യമൊക്കെ. അപ്പം ഡ്രൈവ് ചെയ്യുമ്പം നമുക്ക് കണ്ണിന് നല്ല തണുപ്പാണ് കേട്ടോ. അതൊരു നല്ല സുഖമുണ്ട് വണ്ടി ഓടിക്കാൻ. ഗൾഫിലൊക്കെ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, പക്ഷെ ഇപ്പം നമുക്കിതൊന്നും ഇല്ല. എനിക്ക് മഴയുടെ ബാക്കി പാത്രമായി കാണുന്നത്, വെള്ളം കയറി നിൽക്കുന്ന എല്ലായിടത്തും. കൊള്ളാം. ശരി, ബാക്കിയുള്ള കാര്യങ്ങൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉള്ള കാണിക്കാം. ഫുള്ളായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, വഴിയിൽ പോലീസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം കുറച്ച് നേരത്തേന് ഇനി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് വരാം. ഇടയ്ക്കുള്ള നല്ല നല്ല കാഴ്ചകൾ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മഹാരാഷ്ട്രയുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ചെക്ക് പോസ്റ്റ് അല്ല, RTO ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു 700 രൂപ ഇപ്പോൾ അവർ മേടിച്ചു, മാമൂലായിട്ട് മേടിച്ചപ്പോൾ ഇത് നമുക്ക് കിട്ടിയ ഒരു സാധനമാണിത്, ഈ ബില്ല്. ഓക്കെ, അപ്പോൾ വേറൊന്നുമല്ല, അതിന് വേറെ പിടിക്കുന്നുണ്ട്. അത് ടോളാണ്, മഹാരാഷ്ട്രയുടെ RTO ടോളാണ്. അതിനവർ പൈസ ഒരു 300 രൂപ പിടിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഇന്ന് 700 രൂപയും മേടിക്കുന്നുണ്ട്, മൊത്തം 1000 രൂപ. അപ്പം അങ്ങനെ 700 രൂപ അവർക്ക് കിമ്പളവും 300 രൂപ ഗവൺമെൻറ്റിനും പോകും, 218 രൂപ. ഓക്കെ, അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളിത് മുന്നോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദൃശ്യമനോഹരമായ കാഴ്ചകളാണ്. ഉണ്ടോ, മുഴുവൻ പച്ചപ്പ് കൊണ്ട് വിസ്മയം തീർക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് സമാന്തരമായിട്ടൊരു റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ട്രെയിനൊന്നും വരുന്നില്ല, വരുന്നതിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളും അങ്ങനെ പോകുന്നു. നട കഴിഞ്ഞ് ഇങ്ങനെ അങ്ങ് പോകുന്നു. കണ്ടോ, നോക്കി ആ കാഴ്ച എന്താ ഭംഗി കണ്ടോ, അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. എങ്ങനെ പോകുന്നു കണ്ടോ, പ്ലാസ്റ്റിക് ക്യാനും കൊണ്ട് പോകുന്ന വണ്ടിയാണിത്. ഇത് ഞാൻ നോക്കിയിട്ട് പറയാം. ഒന്നെങ്കിൽ ചിലപ്പോൾ ഇത് ബൂസ്റ്റ് കമ്പനിയിലേക്ക് റിട്ടേൺ ക്യാൻ കൊണ്ടുപോകുന്ന വണ്ടി ആയിരിക്കണം, അതാകാനാണ് ചാൻസ്. അല്ലെങ്കിൽ ഇത് ബൂസ്റ്റ് കൊണ്ട് വരുന്ന വണ്ടി ആയിരിക്കണം. നമ്മളെ ഒരു വീഡിയോയിലുണ്ട് ബൂസ്റ്റ്, ബാംഗ്ലൂരിൽ നിന്ന് ബൂസ്റ്റ് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പം അതുപോലെയുള്ള ഏതെങ്കിലും കമ്പനി ആയിരിക്കണം, അല്ലെ ഇതിൻ്റെ അവരുടെ പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്ന വണ്ടി ആയിരിക്കും. വഴി വളരെ മോശം കേട്ടോ, വഴി എന്ന് പറയുന്നതില്ല. ഇനിയിപ്പം മഹാരാഷ്ട്രയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒട്ടും നോക്കണ്ട, വഴി എന്ന് പറയുന്നത് തീരെ കാണാൻ തന്നെ ഇല്ല. പ്രത്യേകിച്ച് ഭാരത് ബെൻസിലും കൂടെ ആയതുകൊണ്ട് ഒരു രക്ഷയില്ല. കാരണം നമ്മളിട്ട് വണ്ടി അങ്ങോട്ട് ഒലച്ച്
നമുക്ക് ഇരിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയാണ്. അതുകൊണ്ടാണ് വലിയ മോനും ഉള്ളോട്ട് കാണുന്ന കാഴ്ചകൾ. ചെറിയൊരു വനത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ പോകുന്നത്. രണ്ട് സൈഡിലും അവിടെ ഒന്ന് രണ്ട് തേമ്പട്ടയായിട്ടുള്ള വീടുകൾ മാത്രമേ ഉള്ളൂ. കിടക്കുവാണ് ഈ വഴി. ഇനി ഇങ്ങനെ ഇത് മോശം കേട്ടോ, ഈ വഴി ഇങ്ങനെ തന്നെ കുറച്ച് ദൂരമുണ്ട്. ഇങ്ങനെ ഓടണം. നമുക്ക് ഏകദേശം ഒരു 100 കിലോമീറ്ററും കൂടെ ഓടിയാലേ ദൂരെയാവുള്ളൂ. അവിടുന്ന് പിന്നെ ഒരു 40 കിലോമീറ്റർ 40-50 കിലോമീറ്റർ ഓടിയ സിർത്തി എത്തും. അവിടുന്ന് പിന്നെ ഒരു 450 കിലോമീറ്റർ ഓടിയാൽ സോളാപൂരാവും. ഇത്ര ഓടണം. അതായത് നമ്മളിപ്പം മഹാരാഷ്ട്രയുടെ ഒരറ്റത്താണ് നിൽക്കുന്നത്. ഇനി ഇവിടെ ഓടി നമ്മൾ അങ്ങേ അറ്റത്തോട്ട് ചെല്ലണം. അതാണ് അതിൻ്റെ കാര്യം. ഇവിടെ ചെറിയൊരു പുഴ പോകുന്നുണ്ട്. എന്താ കാണാൻ പറ്റുമോയെന്നറിയില്ല. ഈ ഓപ്പോസിറ്റ് വണ്ടി കയറി വരുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല. വീഡിയോ എടുക്കിച്ച് അതിൻ്റെ കൂടെ വണ്ടി ഓടിയും കൂടെ ബുദ്ധിമുട്ടാണ്. ഈ വഴി കുറച്ച് ഭയങ്കര മോശമാണ്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള നല്ല നല്ല കാഴ്ചകൾ കാണിക്കാം. ആ ബ്ലോക്ക് 7 മിനിറ്റ് ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. ഇതൊരു പാലം പണിയാണ്. അപ്പം അതിൻ്റെ പാലത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. വീടുകൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്നല്ലേ. ഗുജറാത്തിൽ പോകുന്ന വഴിയൊക്കെ കണ്ടാൽ മതി. ഡേഞ്ചറാട്ടോ. മണ്ണൊക്കെ ഇടിയോ ഇതെല്ലാം ചെയ്ത് ഏതെങ്കിലും ഒരുത്തം നിർത്തി തന്നെ ഇപ്പം നമ്മൾ കിട്ടും. മേലാത്ത അവസ്ഥയിലാണ്. കയറാനും മേല, ഇറങ്ങാനും മേല. വഴികൾ കണ്ടോ? ഗിയറിലാണ് കയറുന്നത്. അങ്ങനെ കയറും. പാലം പണി നടക്കുന്നത്. ഈ കുട്ടിക്കേറ്റിൻ്റെ ഇടയ്ക്കട്ടെ ആർക്ക് ചേപ്പക്കല്ലടിച്ചു കൊടുക്കണം. കഷ്ടപ്പെട്ട് കയറി വരും. അന്നേരം അവൻ്റെ ആണ് വില്ലേജാണിത്. മഹാരാഷ്ട്രയിലെ ഏതോ ഒരു വില്ലേജ് കണ്ട വീടുകളൊക്കെ കണ്ടോ? നല്ല ചിക്കൻ കുത്തിയിരിക്കുന്നുണ്ടോ? ചിക്കൻ എടുക്കാലോടാ, എടുക്കുക. നല്ല ഫ്രഷ് ചിക്കൻ നോക്കി കുത്തി അരിഞ്ഞിട്ട്. വണ്ടി നിർത്താൻ അവിടെ ഇല്ല. വണ്ടി നിർത്താൻ പറ്റുമോ? പോട്ടെ, അങ്ങോട്ട് പോട്ടെ.
അല്ലെങ്കിൽ അവിടെ ചവിട്ടി നിർത്തി പിന്നെ എടുക്കേണ്ടി വരും. ഇതാ മോശം വഴിയല്ലേ, ഭയങ്കര മോശം. വേദന എടുക്കാൻ തുടങ്ങി. മൂന്നെന്തീടാ ഇതിലാണ് അവസ്ഥ. ജീവിതം ഒന്നേ ഉള്ളൂ ഒന്നും തോന്നരുത് ജനങ്ങളെ. വേറെ രക്ഷയില്ലാഞ്ഞിട്ടാണ്. ഇനി അതെടുത്തോ വീഡിയോയിൽ ഇരിക്കട്ടെ. എന്നാ ചെയ്യാനാ, അടിച്ചാലൊക്കെ ഇങ്ങനെ അടിച്ചിരിക്കണം. അതിനൊന്നും എടുക്കുന്നുണ്ട്. ലാസ്റ്റ് എണ്ണ വെച്ചോടുകൂടി തലമുടിയൊക്കെ മേഘം ഒന്നും പറഞ്ഞ ഞാനും എണ്ണയും തമ്മിൽ എൻ്റെ തലമുടി എണ്ണയും തമ്മിൽ ഒരു രക്ഷയും. ഞാനങ്ങനെ എണ്ണ തേക്കൊന്നുമില്ല. ഇരിക്കുകയാണ് ഒന്നാമതെ മുടിയില്ല. 4-3 ഏഴെണ്ണേ ഉള്ളൂ. അതിൻ്റെ അത് ഈ എണ്ണങ്ങളെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയണ്ട. ഏത് സ്കൂളാണ് പിള്ളേരെല്ലാം മതിലയാടി പഠിക്കും. ഇപ്പോഴേ പിള്ളേരൊക്കെ ഒളിച്ചു പോവുക. സമയത്ത് പഠിക്കാതെ പിള്ളേരൊക്കെ ഒളിച്ചു പോകുന്നുണ്ട്. അതിൽ ചാടിയൊക്കെയുണ്ട്. ചെക്കന്മാരാണ്. വഴിയുടെയൊക്കെ ഒരു അവസ്ഥ മാത്രം. ഒന്നേ പറയാനുള്ളൂ, അതിൻ്റെ വീൽ വേസ് ഇച്ചിരി കൂടെ ബാക്കിലേക്ക് കാണണം. ഇങ്ങനെ 8 പണിയായിരിക്കും. ക്യാബിൻ കുറച്ചും കൂടി ബാക്കിലേക്ക് ഇച്ചിരി കൂടെ ഇറക്കി വെച്ചാൽ ക്യാബിൻ്റെ കുറച്ചും കൂടി സേഫ്റ്റി വരുത്താം. സേഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര കംഫർട്ടബിൾ ആവുന്നില്ല. ഇത് മറ്റേ പിക്കപ്പിൽ പോകുന്ന അവസ്ഥയല്ല. പിക്കപ്പിൽ ചെറിയ കട്ടറി അടിയെല്ലാം നമുക്കത് കിട്ടിയാണ്. അതുപോലെ തന്നെ ഇത്രയും ഷോക്കിന് ഇത്രയും പ്രേം പാടും. ഇത്രയും വേണ്ട, ചെറിയൊരു ആക്ഷൻ മതി. ഇത് ഓവർ ആക്ഷൻ. അവരോട് പറയാം നമുക്ക് പോകുമ്പോൾ ജാഗോറിൻ്റെ ചെറുപ്പകാരൻ പോകുന്നു. അവന് പേടിക്കണ്ട, മണ്ണിൽ കൂടുമെന്ന് പേടിക്കണ്ട, വേറെ കറങ്ങുമെന്ന് പേടിക്കണ്ട. ആന കയറി പോവാ. ഒരു 10 രൂപ നല്ല കയറ്റമാണ്. വേഗം കയറിക്കോ. ഞാൻ വരുന്നതിന് മുമ്പ് അധികമാരെ ലൈസൻസ് എടുക്കാൻ പോയപ്പോഴേ സ്പീഡിങ്ങിൽ ശരിയല്ല, ലൈസൻസ് എടുക്കാൻ പോകുമ്പോഴേ ഗിയർ എങ്ങനെ പിടിക്കേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? ഞാൻ ടെസ്റ്റ് എടുത്ത് ഞാൻ ഗിയറെ കൈ പിടിക്കണ്ട, ഇങ്ങനെ പിടിക്കാം. ഉള്ളം കഴിക്കാത്തിട്ട് പിടിച്ചാലേ ഗിയർ വീഴുള്ളൂ. ഓപ്പല്ലേ വീഴുന്നു. ഇതിൻ്റെ അകത്ത് ഉള്ളം കഴിക്കാത്ത പിടിച്ചൊന്നും വീഴ്ത്താവോ? ഞാൻ ടെസ്റ്റിന് കയറുമ്പോഴേ കോപ്പറേറ്റീവ് സ്കൂൾ, കൊല്ലത്തെ കോപ്പറേറ്റീവ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ് പോയത്. അത് ഞാൻ ടെസ്റ്റിന് ഡയറക്റ്റാണ് പോയത്. ഞാൻ അല്ലാതെ പോയില്ല. 8500 രൂപ അടച്ചിട്ട് ടെസ്റ്റിന് പോയി. ടെസ്റ്റിൻ്റെ അന്ന്
ഏതാണ്ട് ആ ബസ് നിറച്ച ആളായിരുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ആ സ്റ്റൂളിലായിരുന്നു. ആ ബസ് നിറച്ച ആളാണ്. ഞാനൊരു 5ാമതൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ചാടിയങ്ങ് കയറി. കാരണം ഓരോരുത്തർ ബാക്കടിച്ച് നിൽക്കുക, പേടി ആദ്യമേ ഓടിക്കാൻ പേടി. ഞാൻ 5ാമതങ്ങ് കയറി. 5ാമത് കയറി ഞാൻ നല്ല കറക്റ്റായിട്ട്, അതിന് മുമ്പേ നമ്മൾ വണ്ടി ഓടിക്കുമല്ലേ, കയറി കറക്റ്റായിട്ട് സിഗ്നലൊക്കെ കാണിച്ച് വണ്ടി എടുത്ത് 2 ഹോണൊക്കെ അടിച്ച് എടുത്ത് നോക്കി 3ാമത്തെ ഗിയർ മാറിയപ്പോഴത്തേക്ക് അപ്പടെ സൈഡാക്കിച്ച്. അല്ല ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഗിയറിൽ നമ്മളിങ്ങനെയല്ല പിടിക്കുന്നത്. ഇതാണ് പൊസിഷൻ, കൈ പിടിക്കുന്നത് ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. അതിനാണ് ഇത് കറക്റ്റ് ഇങ്ങനെ നമ്മൾ 3 പേരുടെ അടിയിലും ഇങ്ങനെ മുകളിലായിട്ട് ഇങ്ങനെ പിടിക്കുന്നത്. അതിന് മുന്നേ എന്നോട് പറഞ്ഞത് ഇത് ഉള്ളം കൈ പിടിക്കണം. ഉള്ളം കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇടണം. കറക്റ്റ് ഇതൊക്കെ പറച്ചില്ലല്ലേ. ഇതാണ് കറക്റ്റ് പിടിക്കണം. എന്തെങ്കിലുമൊക്കെ നല്ല പിടിക്കുക. കാറിന്റെ ഗിയർ ഇടുന്ന പോലെ നമുക്ക് ഒരിക്കലും വലിയ വണ്ടിയുടെ ഗിയർ ഇടാൻ പറ്റത്തില്ല. ബസ്സിന്റെ ഒക്കെ ഇടാം നമുക്ക്. പ്ലേ ഇല്ലാത്ത ഗിയർ ലിവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നൈസിന് ഇടാം. അത് നടക്കുകയല്ല. നമുക്ക് ഷോൾഡർ അതിനനുസരിച്ച് വഴങ്ങി കിട്ടിയില്ല. 5 പേരോളം കൂടെ ഒരുമിച്ച് ഇവിടെ ഒരേ ലെവലിൽ മേളിൽ താഴോട്ട് പിടിച്ചു. മനസ്സിലായോ? ആ ആക്ഷൻ കിട്ടിയതാ ഈ പുഴയ്ക്കുള്ള. വെറുതെ എന്തെങ്കിലും മാത്രമേ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തള്ളാൻ പറ്റും. ഈ കൂടിയിരിക്കുന്ന പള്ളക്കടിയിൽ വെള്ളമൊക്കെ തള്ളും. പോണി കുതിരകളാട്ടാ കാണുന്നത് റൈറ്റ് സൈഡിൽ. മേഞ്ഞ് നടക്കുക. എൻ്റെ 8 ഉണ്ടല്ലോ. ലെഫ്റ്റ് സൈഡിലൊന്നും ഉണ്ടെന്ന്. അതെ പോണി കുതിരയാട്ടോ. പോണിയുടെ കുതിരയുടെ ഇനത്തിലായിരുന്നു. കോവർ കഴുത അല്ല, കുതിരയുടെ ഇറക്കി ഓണിന്നാണ് അതിൻ്റെ അറിയുന്നത്. വണ്ടി ഓടിക്കാൻ എന്താ പറയുക, സഞ്ചാര യാത്ര ചെയ്യാനൊക്കെ വണ്ടി കുതിര. വലിയൊരു പാലമാണ്, വലിയൊരു പാലം. താഴോട്ട് നോക്കിയാൽ മാവുന്തോപ്പാണ്. അടുത്തൊരു മാവുണ്ടോ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അല്ലേ? പാലത്തിൻ്റെ ഹൈറ്റ് 2.3 ആ വ്യൂ ഒന്ന് കാണിച്ചില്ലേ? പൊളിയല്ലേ? ഇങ്ങനെ ഒരു ആർച്ച് പോലെ നമ്മളിവിടുന്ന് നോക്കി നെല്ലിൻ്റെ താഴത്ത് നോക്കുമ്പോൾ കാണുന്ന അത് ഈ മഴ പെയ്തിട്ടേ പൊടിയൊന്നും ഇല്ലാതെ അന്തരീക്ഷം ക്ലിയർ ആണ്. അടിപൊളിയായിട്ട് കാണാം. ഇത്ര മലമുടക്കുകളൊന്നുണ്ട്, മലനിരകൾ. അത് മാത്രമാണ് ആ പച്ചപ്പിൻ്റെ ഒരു നല്ല രസമാണ്. നമുക്ക് ശരിക്കുള്ള കളറുകൾ നമുക്കിപ്പോൾ കാണാം അല്ലേ? പ്രകൃതിയുടെ. പക്ഷേ ഇതിലെ കുടുക്കം കാരണം കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. വണ്ടിയുടെ കുടുക്കമാട്ടോ. നമ്മൾ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നത് ഒരു രക്ഷയില്ല. വലതുവശത്ത് റെയിൽവേ ട്രാക്കാണ്. അവിടെ ട്രെയിൻ പിടിച്ചിട്ടേക്കാണ്. ട്രെയിനോട് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഉണ്ട്. സ്റ്റെബിലിറ്റി ഇട്ട് വീഡിയോ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് ക്വാളിറ്റി ഉണ്ടാകും. അല്ലെങ്കിൽ പിന്നെ ക്വാളിറ്റി ഉണ്ടാകും. സൂം ഔട്ട് കരിമ്പ് പിടിച്ചിടക്കുന്നുണ്ട്. കരിമ്പിൻ പാടം.
എപ്പോൾ തീരാറായിട്ടില്ല. 50 ലിറ്ററും കൂടെ ഉണ്ടായിരുന്നു. ആഡ്ലുവാ പൈസ എടുത്തില്ലല്ലോ നമ്മള്. HDFC ഏതെങ്കിലും HDFC എന്നാ കിട്ടണം. 100 രൂപ കിട്ടുമോടാ? HDFC കിട്ടുമെന്ന് തോന്നുന്നു. 100 രൂപ കിട്ടുന്ന ഏതായാലും ഒന്നും നോക്കിയിട്ടാണ്. അല്ല അത് അറിയത്തില്ല. HDFC വരുമെന്ന് തോന്നുന്നു. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കാവോ? നമ്മൾ കാൺപൂരിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോപ്പറായി, കാൺപൂർ എത്താറായി. ഇപ്പോൾ കാണുന്ന കാഴ്ച കണ്ടോ? എന്താ വ്യൂ എന്ന് നോക്കിക്കേ. ചുറ്റുമേ മലകളാൽ ഇങ്ങനെ ഉണ്ടോ? ചെറിയൊരു കയറ്റത്തിൽ അകപ്പെട്ടു പോയി. ഇതിൻ്റെ ഭംഗിയെ സൂര്യപ്രകാശം അടിക്കുമ്പോഴത്തേന് ആ പച്ചപ്പിൽ നിന്ന് തിളങ്ങുവാണ്. വഴിയിൽ റോഡ് വളരെ മോശമാണ്. അതാണ് മെയിൻ പ്രോബ്ലം. നിങ്ങൾ നോക്കിയേ, ആ കുന്നിൻ്റെയൊക്കെ മുകളിലോട്ട് നോക്കിയേ, എന്താ ഭംഗി ഉണ്ടോ? ആ പച്ചപ്പ് നിന്ന് തിളങ്ങുന്ന കണ്ടോ? ഒരു മഴ പെയ്താൽ കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ് ഇതൊക്കെ കാഴ്ചക്ക് യാത്രയിൽ. അതെ, ഇത് 2 ദിവസത്തെ വെയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം പോകും കേട്ടോ. കാരണം ഇതിലേക്ക് വരുമ്പോൾ ഈ കുന്നിങ്ങനെ ഇത്രയും പച്ചപ്പിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഒരുമാതിരി കറുപ്പടിച്ചിട്ട് ഈ പച്ചപ്പെല്ലാം പോകും. പിന്നെ പാറ മാത്രമേ തെളിഞ്ഞിരിക്കാറുള്ളൂ. ഇപ്പോൾ അതെല്ലാം മാറി നല്ല കാഴ്ച നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അനീഷ് ഇവിടെ ഉറങ്ങാതിങ്ങനെ കൂടെ ഇരിക്കുക. ഭയങ്കര ചാട്ടമാണ്, വഴി മോശമായതുകൊണ്ട് കുടുക്കത്തിൽ കിടന്ന് ഉറങ്ങിച്ച് നടക്കിയല്ല. നമ്മൾ സംസാരിക്കുമ്പം തന്നെ ക്ലിയറായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയല്ല, വീഡിയോ എടുക്കാൻ പറ്റിയല്ല. അത്രയും നടുവിനൊക്കെ വേദന എടുത്തിട്ട് ഒന്നും മേലാത്ത അവസ്ഥയാണ്. ഭയങ്കര ചാട്ടം. നമുക്ക് ഒന്നും മേലെ ഓടിക്കാതിരിക്കാനും പറ്റിയല്ല, ഒന്നും മേലാത്തില്ലോ. പിന്നെ ഇരുന്നങ്ങ് ഓടിക്കാന്ന് മാത്രം. ഞങ്ങളിപ്പം അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നല്ലൊരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട് അവിടെ, കണ്ടോ? മുകളിലൊരു വെള്ളച്ചാട്ടം, നല്ലൊരു കയറ്റമാണ്. ഉണ്ടോ? നല്ലൊരു വെള്ളച്ചാട്ടവും. വണ്ടിയുടെ കുലുക്കം കൊണ്ടാട്ടോ വീഡിയോ വൈബ്രേറ്റ് ചെയ്യുമ്പം അതിൻ്റെ ക്വാളിറ്റി പോകുമെന്നറിയാം. കണ്ടോ നോക്കിയേ, ഇതിനിങ്ങനെ ഒരു 8-10 കിലോമീറ്ററോളം ഉള്ള ഒരു വനമാണ്. വനത്തിലൂടെയുള്ള ഒരു ചുരം പോലെ ചെറിയൊരു കയറ്റവും കാര്യങ്ങളും. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു. അതെ, നല്ലൊരു കയറ്റമാണ്. അതെ, ഇങ്ങോട്ട് വന്നപ്പോൾ ന്യൂട്രടിച്ച് പെട്ടിയുണ്ട് വന്ന വഴിയാണ്. പക്ഷേ ഇതൊന്ന് വീഡിയോ എടുത്തടാ. ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാതെ ഒന്ന് പിടിച്ച് നോക്കണം. എല്ലാം ഷെയ്ക്ക് ചെയ്യാതെ കിട്ടിയ അടിപൊളിയാണ്. വണ്ടി കിടന്നൊരു കറക്റ്റായിട്ടൊന്ന് മാറി ചവിട്ടി പിടിച്ച് എവിടെയെങ്കിലും വെച്ചോണ്ടിരുന്നാൽ താഴെ കയറിപ്പോകേണ്ട വണ്ടിയാണ്. വണ്ടി തിരിച്ചു വിടുന്നതുകൊണ്ട്
വണ്ടി മറിഞ്ഞു കിടക്കുന്നതാ. രണ്ടേല അങ്ങനെ നല്ലൊരു ആക്സിഡന്റ്. വണ്ടിയുടെ നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണ്. നല്ല കയറ്റമാണ് കേട്ടോ. നല്ല വില. കാടാണ്, ഒന്നാന്തരം കാടാണ് കേട്ടോ. സ്വാമിയുടെ അമ്പലം കേട്ടോ. കഞ്ഞിയും പയറും കിട്ടുമെങ്കിൽ പോയി കുടിക്കാനും. വിവാദമായ കൊക്കയാണ് താഴെ. വിവാദമായ കൊക്ക ഭയങ്കര ഹൈറ്റിലാണ് പോകുന്നത്. നല്ല ഹൈറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി നിർത്താൻ പറ്റുമായിരുന്നെങ്കിൽ ഇറങ്ങിയെന്ന് വീഡിയോ എടുക്കാൻ. മുമ്പേ അങ്ങൊന്ന് കണ്ടില്ല ഒരു രണ്ട് മലകള്. ആ മലയും കൂടെ
അതിന്റെ മുകളിലേക്കാണ് ഇങ്ങനെ കയറി മുറിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാഴ്ചകളൊക്കെ കാണണ്ടേ? കാണാതെ എങ്ങനെ? നമ്മളെ ഓവർടേക്ക് ചെയ്തൊരു മിൽക്കി മിസ്റ്റിന്റെ ഭാരതവനത്ത് കയറി പൊക്കോണ്ടേയിരിക്കുകയാണ്. ഐസ്ക്രീം വേണോ? ഐസ്ക്രീം ഉണ്ടോ? 3 വണ്ടി ഒരുമിച്ചാണ് പോകുന്നത്. അത് നമ്മളെ തടഞ്ഞു, നമ്മുടെ വഴി മുടക്കി. കാണാൻ നമ്മുടെ വഴി തടഞ്ഞു കേട്ടോ. നമ്മളവനെ റോഡ് ഓളം കുത്തി വെച്ചേക്കോ. അതിന് നന്നാക്കാൻ വേണ്ടിയുള്ള റോഡ് മുഴുവൻ മോശമാണല്ലോ ദൈവം. നിങ്ങൾക്ക് ആ മലയുടെ മുകളിൽ 2-3 ആടുകള് മെയ്യുന്നുണ്ട്. കണ്ടോ കണ്ടോ? എന്ത് ഭംഗിയല്ലേ? ഇതുപോലുള്ള കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വഴിയില് നിങ്ങൾ വന്ന് തന്നെ ഇതുപോലുള്ള കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് തന്നെ കാണണം. അല്ലാതെ ഒരു കാര്യമില്ല. കാരണം എന്നാലും ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ എത്രയൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും അത് പൂർണ്ണമാകൂല ഒന്നും. പക്ഷെ ഇതൊക്കെ വന്ന് ഒരു തവണയിലും വന്ന് കാണണം. ഇങ്ങനെയുള്ള പ്രകൃതി ഭംഗിയാണ്. പ്രകൃതി ഭംഗി അല്ലാതെ വേറെ ഇപ്പം നമ്മൾ മറ്റേ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മാത്രം പോയിട്ട് കാണുന്നതല്ല, ഇതുപോലുള്ള കാഴ്ചകളാണ് കാണേണ്ടത്. അത് കാണാനുണ്ട് തന്നെ. മനസ്സിനൊരു കുളിർമയാണ്. അതാണ്. അങ്ങനെ നമ്മൾ ഇച്ചാപ്പൂരെത്തി. ഇച്ചാപ്പൂര് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലുണ്ടായിരുന്നല്ലോ, നൈറ്റ് വന്നപ്പോൾ ഡാം കണ്ടേ. ആ ഡാമിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത് നമുക്ക് നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് പകല്. ഡാം അങ്ങോട്ട് പോകുമ്പോൾ ഡാമിൻ്റെ പേര് തന്നെ മറന്നു പോയല്ലോടാ. എന്തോ ഒരു പേര് പറഞ്ഞത്. 17 ഷട്ടർ ഉണ്ടല്ലേ? 17 ഷട്ടർ ഉണ്ടോ? 1 2 3 4 5 17 ഷട്ടർ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡാമാണ് കേട്ടോ. നല്ല വലിപ്പമുണ്ടെന്ന് പറഞ്ഞാൽ വലിയ ഡാമാണ്. കലങ്ങി മറിഞ്ഞു കിടക്കാണ്. മഴയിൽ വെള്ളമെല്ലാം കൂടെ വന്ന് കലങ്ങി മറിഞ്ഞു കിടക്കാണ്. ഇന്നൊരു ദിവസം ഈ തെളിഞ്ഞിരിക്കുന്നതും
മാത്രമേ ഉള്ളൂ. ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു. കാണാൻ പറ്റുന്നുണ്ടോ ഡാം? ഭയങ്കരനൊരു ഡാമാണ്. വലിയ ഡാമാണ്. ഭാഗത്തെല്ലാം വെള്ളം കയറി നിൽക്കുക കേട്ടോ. നമ്മൾ പോയപ്പോൾ ഇവിടെ ഒന്നും വെള്ളമില്ലായിരുന്നു. നമ്മളങ്ങോട്ട് പോകുമ്പോഴേ ഡാമിൻ്റെ ചുറ്റുപാടും കണ്ടോ എന്ത് ഭംഗിയാണ്. ഒരൊറ്റ ആടുകളെ മേച്ചുകൊണ്ട് റോട്ടിൽ കൂടെ നടക്കുന്നുണ്ടോ. 19 എണ്ണയിലും കാണും. നമ്മളാ ഡാമിന് സൈഡിൽ എവിടെയെങ്കിലും നിർത്തി ഭക്ഷണം വെച്ച് കഴിക്കാന്ന് ഓർത്തോണ്ടാ പോകുന്നത്. വലിയ ഡാമാണ്. വലിയൊരു ഡാമാണ്. അത്യാവശ്യം നല്ലൊരു ഡാമല്ലടാ. വെള്ളം പൊങ്ങിയ റോഡിലൊന്നും വരില്ല. വെള്ളം പൊങ്ങിയാലേ താഴോട്ട് തുറന്നു വിട്ടാൽ നീ ശ്രദ്ധിച്ചോ. താഴെയെല്ലാം ഉണ്ടല്ലോ, അതിന്റെ ചുവട്ടിലെല്ലാം വീടുകളാ. നിർത്താൻ ഇടയുണ്ടോന്ന് മാത്രമേ ഇനിയുള്ള പ്രശ്നം ഉദിക്കുന്നുള്ളൂ. അന്യായ ഡാമാണ്, അന്യായം. നമ്മള് ഇതിലേ അങ്ങ് പോകും. ഡാമിൻ്റെ അകത്തോട്ട് ഇതാ വഴി പോകണം. നമ്മൾ ഈ 2 മല തുരന്ന് ഉള്ളിലൂടെ അങ്ങ് പോകും. ഇവിടെ നിർത്തിയാലോടാ, ഇവിടെ നിർത്താം. നമുക്ക് ഇവിടുന്ന് കഴിക്കാം. ഫുഡൊക്കെ വെച്ചിട്ട് പോകാം. ഒതുക്കി നിർത്തുക വഴി. ഡാമൊക്കെ കണ്ട് നമ്മളിവിടെ നിർത്തി ഫുഡ് വെച്ച് കഴിച്ചിട്ട് വേണം ഇനി പോകാൻ. ഞങ്ങളിന്ന് പുറത്ത് വെച്ചാൽ ഫുഡ് ഉണ്ടാക്കിയത്. കാറ്റടിക്കാതിരിക്കാൻ വേണ്ടി തുണിയൊക്കെ ഇട്ട് മറച്ച് വെച്ചേക്കുക. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡാമാണ്. ആ ഡാമും കണ്ടുകൊണ്ട് ഞങ്ങളവിടെ നിന്ന് വെച്ചു. നല്ലൊരു കാലാവസ്ഥ നല്ലതാണ്.